വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ രാവിലെ 10 മണിയായി. അപ്പോൾ ഞാൻ രാവിലെ റെഡിയായിരുന്നു. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നിൽക്കുന്നു, ലിപ്സ്റ്റിക്ക് മാത്രം കേട്ടോ ഇട്ടിട്ട് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പാല് വാങ്ങാൻ പോയാലും പത്രം വാങ്ങാൻ പോയാലും ലിപ്സ്റ്റിക്ക് നിർബന്ധമാണ് കേട്ടോ. എങ്കിലേ ഒരു ഗുമ്മുള്ളൂ കേട്ടോ, എനിക്കൊരു വൈബുള്ളൂ. എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, എനിക്കങ്ങനെയാണ്. അപ്പം രാത്രിയിൽ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അപ്പം പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏകദേശമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. എത്രത്തോളം നീണ്ടു പോകുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള പാലാട്ടോ ആവശ്യം. അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മുടെ മിൽമ ഇല്ലായിരുന്നു. അപ്പോൾ അമ്പാടിയോ അങ്ങനെ എന്തോ ഒരു പാലായിരുന്നു, അത്ര നല്ലതല്ല, എന്നാലും അത് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഇതിപ്പോൾ മിൽമയിലെ ബട്ടറാണേ, പുതിയ പാക്കറ്റാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അത് വാങ്ങി, പിന്നെ മൈദാമാവ്, പിന്നെ ഒരു കോഫി പൗഡർ, അതൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഒരാൾ ഇവിടെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കൊച്ചു പിള്ളേർ പിന്നെ എഴുന്നേറ്റ് വരും കേട്ടോ. ഈ കാളക്കുട്ടിയാണ് എഴുന്നേറ്റ് വരാൻ വേണ്ടി വലിയ പാടാണ്. എത്ര നേരമായാലും അവൾക്ക് എഴുന്നേക്കാൻ വലിയ പാടാട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. പക്ഷേ ആളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ എനിക്ക് പൊടിച്ച് തന്നു വിട്ടതാണേ. അതിങ്ങനെ വെള്ളത്തിൽ കുഴിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട പോലെ ആവുന്നു. ഞാൻ പിന്നെ അതിനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പുട്ട് കിട്ടും കേട്ടോ. പുട്ടും മുട്ടക്കറി എന്ന് പറയുമ്പോൾ ആ വെട്ടിയിട്ടേക്കുന്നത് അത് നാടൻ മുട്ടയാണ്, ഇത് വെള്ളമുട്ട. ഞാൻ വെള്ളമുട്ട മാത്രമേ കഴിക്കുള്ളൂ, നാടൻ മുട്ട എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ പുട്ടെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് 4 പേർക്കും കൂടിയിട്ട് 4 പുട്ടാണ്, ഇതിപ്പോൾ 3 പുട്ടേ ഉള്ളൂ. അപ്പോൾ അടിപൊളി നല്ല സോഫ്റ്റ് പുട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊരു സ്നേഹപ്രകടനം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവൻ്റെ അടുത്തിരിക്കണം. ഈ 50 രൂപ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അനിയൻ്റെ കടയിൽ മുട്ടായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാട്ടോ. അവന് കുറേ നേരം വീട്ടിലേക്കും ബോറടിച്ചിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അനിയൻ്റെ കട. അവിടെ പോയിട്ട് ഉള്ള പൈസ കൊണ്ടുപോയിട്ട് മുട്ടായിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും, എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും കേട്ടോ. അതാണ് അവൻ്റെ പരിപാടി. നമ്മുടെ സ്നേഹപ്രകടനങ്ങളും ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലഞ്ച് ഉണ്ടാക്കുന്നതിന് മുന്നേ അവർക്കൊരു ചെറിയൊരു ബ്രഞ്ച് പോലെ കുറച്ച് പാസ്ത ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയ പാസ്തയാണ്, കുറച്ച് പാസ്ത കേട്ടോ. അപ്പോൾ അത് ഒരു വൈറ്റ് സോസ് പാസ്തയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോന് ഒട്ടും എരിവ് പറ്റത്തില്ല, ഒട്ടും അവർ സ്പൈസ് കഴിക്കുന്ന ഒരാളല്ല. അപ്പം വൈറ്റ് സോസ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ വൈറ്റ് സോസ് പാസ്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര നല്ലൊരു പൊതീസിന് വാങ്ങിയതാണ്, അത്ര നല്ലൊരു പാസ്തയല്ല, അങ്ങനെ ഉരുണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഇത് കേട്ടോ. എന്നാലും ഒക്കെയാണ്, ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് പാസ്തയ്ക്ക് നമ്മുടെ ബട്ടർ ആട്ടോ എടുക്കുന്നത്. ബട്ടർ എടുക്കുക, മൈദാമാവ്, നമ്മുടെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗാർലിക്, അതൊക്കെ ഇത്രയേ ഉള്ളൂ. ബട്ടർ ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കണം. ഗാർലിക് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്യണത് കേട്ടോ. ഇതെനിക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഗാർലിക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം മൈദാമാവിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ മാവും അതിൻ്റെ സ്മെല്ലും മാറിയിട്ട് പാലൊഴിച്ച് നമ്മുടെ പാസ്ത ഇട്ട് കുരുമുളകിട്ട് എടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വലിയ എരിവ് കാര്യങ്ങളോ പിള്ളേർക്ക് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇത് ബ്രഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. പാല് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ എവിടെ വിശപ്പാട്ടോ. ഈ വെക്കേഷൻ ടൈമിൽ ഇതാണല്ലേ, പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. പാസ്ത ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലാണ്ട് ആയി കിട്ടിയിട്ടുണ്ട്. കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്തയുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് ഇത് ഇങ്ങനെ കേട്ടോ വരുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള പാസ്ത നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് കൊണ്ട് നമുക്ക് ആൾക്ക് കൊടുത്ത് നോക്കാം. പിള്ളേർ കഴിച്ചു. ഇദ്ദേഹത്തിന് കൊടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ആൾ പുറത്ത് പോയിട്ട് വയറിരിക്കുന്നുണ്ടോ എന്തൊക്കെയോ അടിച്ച് കയറ്റിയിട്ട് വന്നു എന്ന് തോന്നി, ബിരിയാണിയെ കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ഭീഷണിപ്പെടുത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. വയറ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുന്നു, എനിക്കിപ്പോൾ വേണ്ടാന്ന്. പിന്നെ എനിക്കത് കണ്ട് കൊതിമൂത്തിട്ട് ഞാൻ പിന്നെ അതങ്ങ് കഴിച്ചു കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക. ഇത് പാസ്ത ചൂടെ കഴിച്ചാലേ കൊള്ളാവും കേട്ടോ. അല്ലാണ്ടിരുന്നാലും ഒരുമാതിരി അങ്ങായിപ്പോൾ എനിക്ക് ഇഷ്ടമല്ല തണുത്തിട്ട് കഴിക്കുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്കുള്ള ഇനി പ്രകടനങ്ങൾ നമുക്ക് കുറച്ചത് കട്ട് ചെയ്ത് കളയാം. ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ ലഞ്ചിലത്തേക്ക് കിടക്കാം. ലഞ്ചിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിയലും പിന്നെ മുരിങ്ങയ്ക്ക കറിയും കേട്ടോ. നമുക്ക് അവിയലിന് എനിക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം, അവിയലെന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അവിയൽ എന്ന് പറയുമ്പോൾ. ഇനി വറുത്തിട്ടാൽ മാത്രം മതി. കാരണം അവിയലിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ മുരിങ്ങയ്ക്ക കറി കേട്ടോ. കുറച്ച് മുരിങ്ങയ്ക്ക അമ്മ കൊണ്ടുവന്ന് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി
കറിയും വെച്ചു. പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ. അത്ര തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ മെനു എന്ന് പറയുമ്പോഴത്തേക്ക്. ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പിങ്ക് സോൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അമ്മ വാങ്ങിയിട്ട് വന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, നോർമൽ സോൾട്ടായിട്ട്. പക്ഷേ മറ്റേതിനെക്കാളും കുറച്ചുകൂടെ എഫക്റ്റ് കുറച്ചുകൂടി ഇടണം, അതാണ് അങ്ങനെയായിട്ട് തോന്നിയത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വീർത്ത് കുളിച്ച് പണ്ടാറടങ്ങിയിട്ടിരിക്കുക കേട്ടോ, ചൂട്. പക്ഷെ നമുക്ക് നമ്മുടെ ചൂട് എന്താണ് പറയുക, നമ്മളെ കാര്യങ്ങൾ നമുക്കൊരിക്കലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇനി ഇത് രണ്ടിലും കടുവറുത്തിട്ടാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്നതിന് ശേഷം പിള്ളേർക്ക് സ്കൂളിലത്തേക്ക് ബുക്സ് ഒന്നും നമ്മളിതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. ഇപ്പോൾ ഏകദേശം തന്നെ ഒരു 3 മണി കഴിഞ്ഞു. ഞാൻ ലേറ്റായി എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഏകദേശം ഒരു 9 കൂടിയിട്ട് ബുക്ക് വാങ്ങിക്കാൻ പോയി വരുമെന്നാണ് പ്രതീക്ഷിക്കണം. അപ്പം ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ടൈം കുറേ ആയിപ്പോയായിരുന്നു. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബുക്ക് വാങ്ങിക്കാൻ പോയതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നാളെ കാണാം. ബൈ.